പുരിയിൽ നിന്ന് ഏകദേശം 14 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒഡീഷയിലെ പ്രശസ്തമായ ഒരു പൈതൃക കരകൗശല ഗ്രാമമാണ് രഹിരാജ്പൂർ. ആർട്ടിസ്റ്റ് വില്ലേജ്, പട്ടചിത്ര പെയിൻറ്റിങ്ങിൻ്റെ ജന്മസ്ഥലം എന്നും അറിയപ്പെടുന്നു. 120ലധികം കരകൗശല കുടുംബങ്ങളുണ്ട്. അവിടെ ഓരോ വീടും ഓപ്പൺ എയർ വർക്ക്ഷോപ്പായും ആർട്ട് ഗാലറിയായും പ്രവർത്തിക്കുന്നു. പട്ടചിത്ര സങ്കീർണമായും പുരാണ വിവരണങ്ങളും ദേവതകളും സംസ്കരിച്ച തുണിയിലോ ഉണങ്ങിയ പനയോലകളിലോ ഊർജ്ജസ്വലമായ പ്രകൃതിദത്ത ഛായങ്ങൾ ഉപയോഗിച്ച് വരച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കരകൗശല വസ്തുക്കൾ, പനയോല കൊത്തുപണികൾ, പേപ്പിയർ മാഷെ മുഖംമൂടികൾ, ചാണക കളിപ്പാട്ടങ്ങൾ, കല്ല് മര കൊത്തുപണികൾ എന്നിവയുമുണ്ട്. ഒഡീസയുടെ മുന്നോടിയായ ഗോട്ടി പൂവ നൃത്ത സംഘങ്ങളുടെ ജന്മസ്ഥലമാണ് ഈ ഗ്രാമം. ചന്ദൻപുരി അടുത്ത് പുരിയിൽ നിന്ന് 14 കിലോമീറ്ററിലും ഭുവനേശ്വരിൽ നിന്ന് 50 കിലോമീറ്ററിലും ഡ്രൈവ് ചെയ്താലും നമുക്കിവിടെ എത്തിച്ചേരാവുന്നതാണ്. നമുക്ക് അനുയോജ്യമായ സന്ദർശനത്തിനുള്ള അനുയോജ്യമായ സ്ഥലം ആണ് ഇത്. കരകൗശല വിദഗ്ധർ അവരുടെ കലാസൃഷ്ടികളിൽ സജീവമായി പ്രവർത്തിക്കുന്നു. രാവിലെ തന്നെ ഇത് തുടങ്ങുന്നതാണ്. പുരിയിൽ നിന്ന് 12 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന രഹിരാജ്പൂർ വെറുമൊരു ലക്ഷ്യസ്ഥാനം മാത്രമല്ല, അതൊരനുഭവമാണ്. പട്ടചിത്രകല, പനയോല കൊത്തുപണികൾ, തലമുറകളായി കൈമാറ്റം ചെയ്യുന്ന പരമ്പരാഗത കരകൗശല വസ്തുക്കൾ എന്നിവയാൽ പ്രശസ്തമാണ് ഈ ഗ്രാമം. പട്ടചിത്ര പെയിൻറ്റിങ്ങുകൾ പട്ട അല്ലെങ്കിൽ കോട്ടൺ തുണിയുടെ പാളികൾ എന്നറിയപ്പെടുന്ന ഒരു തുണിയുടെ മുകളിലോ നിർമ്മിക്കുന്നത്. ആദ്യം പുളി വിത്ത് പൊടിച്ച് തയ്യാറാക്കി പേസ്റ്റിൻ്റെ പാളികൾ ഉപയോഗിച്ചത് വരയ്ക്കുന്നതും. ഇത് അടിത്തറ തയ്യാറാക്കുന്നു. ഉണങ്ങിയ ശേഷം ചോക്ക് പേസ്റ്റ് 2 തരം അരക്കൽ കല്ലുകളും പുരട്ടി മിനുസപ്പെടുത്തുന്നു. ഇവിടെ നമുക്ക് പുരിയിലെ രഹിരാജ്പൂർ ആർട്ടിസ്റ്റ് വില്ലേജ് സന്ദർശിക്കാനായിട്ട് പ്രത്യേക സമയം ഒന്നുമില്ല. രാവിലെ 6 മുതൽ 10 വരെ നമുക്ക് ഇതായിട്ട് തുറന്നിടും. അവിടെ പ്രവേശന ഫീസ് ഒന്നുമില്ല. നമുക്ക് പോയി കാണേണ്ടതാണ്. ഒഡീഷയുടെ സാംസ്കാരിക വാസ്തുവിദ്യ പൈതൃകത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ച് ആഴമേറിയ കരകൗശല പാരമ്പര്യമാണ്. ശിലാ കൊത്തുപണി, പരശുരാമേശ്വരൻ, മുക്തേശ്വരൻ, ലിംഗരാജ ക്ഷേത്രം, ജഗന്നാഥ ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങൾ സങ്കീർണമായ ശില കൊത്തുപണികളാൽ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്ന കലാവൈഭവത്തിൻ്റെ തെളിവായി നിലകൊള്ളുന്നു. ഇന്നും 5ാം നൂറ്റാണ്ടിൽ മുതൽ നിലകൊള്ളുന്ന പരമ്പരാഗത ചിത്രകലാരീതിയാണ് പട്ടചിത്ര.